എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കർക്കിടകം ലാസ്റ്റ് ഡേ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നടത്തിയ രാമായണ പാരായണത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ നടത്തിയ ചെറിയൊരു സ്കിറ്റായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു 100 പേരോളം അന്നത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫുഡിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിങ്സാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഒരു 100 പേർക്കുള്ള ഇഡലി എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു 250 പേർക്കുള്ള 250 ഇഡലിയോളം ഞാൻ മാവ് അരച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാമ്പാറിനുള്ള മഞ്ഞപ്പയറും ഓറഞ്ച് പരിപ്പും എല്ലാം പരിപ്പാണ്, തോരപ്പരിപ്പെല്ലാം വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ 250 പേർക്കുള്ള 250 ഇഡലി ഞാൻ മാവ് അരച്ചുണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് ഒരു 12 ഗ്ലാസ് അരിയും 7 ഗ്ലാസ് ഉഴുന്നുമാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി മാവ് ഞാൻ ഒരു 6 പാക്കറ്റോളം വാങ്ങിച്ചിട്ട് ബാക്കി ഉണ്ടാക്കുമായിരുന്നു. അപ്പം നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോഴത്തേക്കും അളവ് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പകുതി അരച്ചും കുറച്ച് മേടിച്ച മാവ് കൊണ്ട് നമ്മൾ ഇഡലി ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ചമ്മന്തി, സാമ്പാർ, ചട്നി മീൻസ് വെള്ള ചട്നിയും നമ്മുടെ ഓറഞ്ച് ചട്നിയും ഉണ്ടാക്കി. പിന്നെ 2 ടൈപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉഴുന്നുവട വെളിയിൽ നിന്ന് വാങ്ങുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കാനുള്ള ആ ഒരു ഇതുകൊണ്ട് രാവിലെ 9 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. രാത്രി ഒരു 7:30ക്കാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ക്ലീനായിട്ട് ഇറങ്ങണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഇഡലി തന്നെ ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രശ്നമില്ലല്ലോ. നമ്മൾ എന്താ പറയുക, രാവിലെ തന്നെ തുടങ്ങിയാലും കുഴപ്പമില്ല. അതുകൊണ്ട് രാവിലെ നമ്മളിതുപോലെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഇഡലി തട്ട് വെച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ നമ്മൾ വലിയ ഇഡലി പാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-30 എണ്ണം ഒന്നിച്ചുണ്ടാക്കാൻ പറ്റിയത്. പിന്നെ നമ്മൾ ഒരടുപ്പിൽ ഇഡലി മാത്രം ആക്കിയിട്ട് ബാക്കി അടുപ്പിൽ പായസം, ചമ്മന്തി, സാമ്പാർ അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് ഉണ്ടാക്കി. കാരണം നമുക്ക് 4 അടുപ്പാണുള്ളത്. അതുകൊണ്ട് എന്താ പറയുക, ഒരിതിൽ തന്നെ നമുക്ക് നോക്കിയിരുന്നാൽ കാര്യങ്ങൾ നടക്കില്ല. എല്ലാത്തിലും എള്ളി തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് പണികൾ എത്തത്തില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ആണെങ്കിലും നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു സഹായിക്കാൻ. പക്ഷെ നമ്മുടെ കിച്ചൺ ചെറുതല്ലേ. അപ്പോൾ പിന്നെ സഹായിക്കാൻ ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം തികയാണ്ട് വരും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ് അവൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് തന്നു. പിന്നെന്താ പറയുക, ഇടയ്ക്ക് പായസമൊക്കെ ഇളക്കി തന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽപ്പ് നമ്മൾ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഉണക്കലരി കിട്ടിയില്ല കേട്ടോ. കിട്ടിയ അരി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു പായസം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇഡലിയെല്ലാം ഉണ്ടാക്കി മാറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഇഡലിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു അരച്ച് കഴിയുമ്പം സോഫ്റ്റായി കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് കറക്റ്റായിട്ടെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് കറക്റ്റായിട്ടെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പായസത്തിനുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പം നമ്മൾ ആ അരി ഇട്ടിരുന്നത് ഉണക്കലരി അല്ല, കറക്റ്റായിട്ട് വേറൊരു അരിയാണ് കിട്ടിയത്. പക്ഷെ ഇട്ടിരുന്നത് നമ്മൾ നെയ്യ് പായസത്തിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കൊത്തി വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് കണ്ടോ, ഞാൻ കുക്കറിലിട്ട് അരി വേവിച്ചെടുത്തു. ഇനി ഇതിലേക്കാണ് നമ്മൾ നെയ്യ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അതിലേക്ക് ശർക്കരയൊക്കെ നേരത്തെ തലേദിവസം തന്നെ ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പകുതി, ഒരു 4-5 ഉണ്ട ശർക്കര ഉരുക്കിയതുണ്ടാവും. അത് ഉരുക്കിയതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താകും, ഇതാണെങ്കിൽ നമ്മൾ നേദ്യത്തിന് വയ്ക്കുന്നതല്ലേ, ടേസ്റ്റ് ചെയ്ത് നോക്കാനും പറ്റില്ല, എന്തായാലും ഭഗവാനുള്ളതല്ലേ, അങ്ങനെ ചീത്തയാവില്ല, മോശമാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുമായിരുന്നു. നമുക്കിവിടെ പല കാര്യങ്ങളും വേണ്ടതൊന്നും കിട്ടാനില്ല. ഉണക്കലരി ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു കേട്ടോ, ഒരിടത്തും എനിക്ക് കിട്ടിയില്ല. പിന്നെ അവസാനം ഉണക്കലരി പോലത്തെ ഒരു അരി മേടിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ 1 കിലോ അരിയുടെ പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിച്ച ചോറ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നെയ്യ് ചേർത്ത് ഇത് പതുക്കെ വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചോറ് ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പതുക്കെ നെയ്യ് ചേർത്ത് വരട്ടി എടുക്കണം. അങ്ങനെയാണ് നെയ്യ് പായസം ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ എന്താ പറയുക, നെയ്യിൽ തന്നെ തേങ്ങ കൊത്തിയതും പിന്നെ കൽക്കണ്ടവും കിസ്മിസും ഒക്കെ വറുത്ത് ചേർക്കാം. അപ്പോൾ അങ്ങനെ വരട്ടിയെടുക്കുന്നതാണ് നെയ്യ് പായസം. എൻ്റെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. നെയ്യും കഴിഞ്ഞ് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു അരിയുടെ വ്യത്യാസം എന്തായാലും അറിയാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല പായസം തന്നെയായിരുന്നു. ഇങ്ങനെ നെയ്യിൽ നമ്മൾ വരട്ടി എടുക്കുന്നതുകൊണ്ടാണ് ഇതിന് നെയ്യ് പായസം എന്നൊക്കെ പറയുന്നത്. നെയ്യ് പായസം എന്ന് പറയാം, എന്താ പറയുക, നമ്മൾ അമ്പലത്തിൽ കിട്ടത്തില്ല ഇങ്ങനെ കട്ടയായിട്ടുള്ള പായസം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കറുത്ത ശർക്കര അല്ലാത്തത് കൊണ്ട് തന്നെ കറുത്ത കളറിൽ വന്നില്ല, എങ്കിലും ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിതിലൊട്ടും തേങ്ങാപ്പാൽ ചേർക്കത്തില്ല, അതുകൊണ്ട് തന്നെ എത്ര നാൾ വേണേലും ഈ പായസം ഇരിക്കും, കുറേ നാളുകൾ ഇരിക്കും. പിന്നെന്താ, ഒരു തുള്ളി വെള്ളം ചേർക്കുന്നില്ല. ശർക്കരയിൽ നെയ്യിലും ആണ് ഈ പായസം മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നാൾ ചീത്തയാവാണ്ടിരിക്കും. അപ്പം നമ്മുടെ പായസം കുറുകി വന്നു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നെയ്യിലേക്ക് നമ്മൾ തേങ്ങ കൊത്തും, പിന്നെന്താ പറയുക, അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ ചെറിയ കൽക്കണ്ടം ഉണ്ടല്ലോ, അതെല്ലാം കൂടി ചേർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഉച്ചയ്ക്കുള്ള ഊണിനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ കുക്കറിൽ ഇങ്ങനെ അടിച്ചെടുത്തു, തലേദിവസത്തെ രസം ഇരിപ്പുണ്ട്, അങ്ങനെയൊക്കെ അങ്ങ് ഉണ്ണാനാണ് പ്ലാൻ. അപ്പോൾ എന്താ പറയുക, കൽക്കണ്ടവും കിസ്മിസും ഒക്കെ പല കളറിലായിരുന്നു കേട്ടോ ഇരുന്നത്, അതെല്ലാം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പായസത്തിൽ ചേർക്കാൻ വിട്ടുപോയിട്ടോ, നമ്മുടെ ഏലക്കയും ചുക്കും കൂടി പൊടിച്ചത്. അപ്പോൾ ഞാനത് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പായസത്തിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് വലിയ രുചി വ്യത്യാസമൊന്നും വന്നില്ല. നമുക്ക് ശർക്കര ഉരുക്കുമ്പോൾ തന്നെ പായസത്തിൽ അത് ചേർത്ത് കൊടുക്കാമായിരുന്നു, പക്ഷേ ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഐറ്റം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ കൂടി ഇഡലി നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ അടുപ്പ് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഒന്ന് നന്നായിട്ട് എന്താ പറയുക, വറ്റി വരണം. നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മുടെ പായസം റെഡി. പിന്നെ എല്ലാം ഒരു ഹറിവറിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് സാമ്പാറിനുള്ള സംഭവങ്ങളെല്ലാം വച്ചിട്ടുണ്ട്. നമ്മൾ പരിപ്പ് വേവിച്ചു, അതിൻ്റെ കൂടെ തന്നെ മുരിങ്ങക്കോലും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് പരിപ്പ് അത് വെന്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ കൂടി തക്കാളി ചട്നി റെഡിയാക്കുന്നുണ്ട്, അതൊന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ എന്താ പറയുക, സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് റെഡിയാക്കുന്നുണ്ട്. ഉണ്ണിയപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ എന്താ പറയുക, റോബസ്റ്റ പഴം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. പെട്ടെന്ന് പഴം എനിക്ക് കിട്ടിയില്ല, അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. കുറച്ച് അരി മിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാനതിൽ പഴവും നമ്മുടെ തേങ്ങ കൊത്തും എള്ളും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു, ശർക്കരയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. കുറച്ച് രാവിലെ ആക്കിയതുകൊണ്ട് വൈകുന്നേരത്തേക്കാണ് ഇതിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങിയത്. കാരണം മാവ് പുളിക്കണമല്ലോ, ഞാൻ അതിൻ്റെ അകത്തേക്ക് സോഡാപ്പൊടിയോ അങ്ങനെ ഒരു സംഭവം ചേർത്തിട്ടില്ല. മാവ് പുളിച്ചതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, തേങ്ങ അരച്ച് ചട്നി ഉണ്ടാക്കി, തക്കാളി ചട്നിക്കുള്ള റെഡിയാക്കി വെച്ചു. പിന്നെ ആ പായസം ഒരു സൈഡിലാവുന്നുണ്ട്. പാലട മിക്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ 2 കൂട്ടം പായസവും നമ്മുടെ ഉണ്ണിയപ്പവും ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രോഗ്രാമല്ല, രാമായണ പാരായണം നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് വളരെ ഭംഗിയോടുകൂടി തന്നെ അവസാനിച്ചു. എന്താ പറയുക, വളരെ സന്തോഷമുണ്ട്. പിന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.